Hello, Assalamu alaikum warahmatullah. Welcome to Guide On Podcast. It's me, your Salman Shahidi Charplasheri. And Minhaj Shahidi Tirurkad. മിൻഹാജ് സേ പറയൂ. ഒരുപാട് കാലമായി നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഗ്രൂപ്പുകളിലും പേഴ്സണലായിട്ടും ക്ലാസ്സിൽ കയറിയാലും ഫുള്ള് ചോദ്യം, ഒറ്റ ചോദ്യം. ഫെസ്റ്റിന്റെ റിസൾട്ടിന് എന്താ ഇസ്താദെ, എപ്പോഴാ വരിക? വൈകുന്നേരം 5 മണിക്ക് കാത്തിരിക്കാണല്ലോ. അതെ അതെ, എത്രമാത്രം ഗ്രൂപ്പില് EVM മെഷീന്റെ അല്ലെ അതെ, ലോക്കൽ ബോഡി ഇലക്ഷന്റെ റിസൾട്ട് അടക്കം വന്നു, എന്തുകൊണ്ട് ഫെസ്റ്റിന്റെ റിസൾട്ട് വരുന്നില്ല എന്നുള്ള ഇതൊക്കെ വരികയും ചെയ്തു. നമ്മളിത് ഏറ്റവും മികച്ച രീതിയിൽ റിസൾട്ടുകൾ തയ്യാറാക്കി നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. ചില സമയക്കുറവുകൾ മൂലം എങ്കിലും അതിനൊരു കുറവും വരുത്തരുത്. കുട്ടികളുടെ പോസ്റ്റർ വരെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമാണ്. പിന്നെ മറ്റൊരു കാരണം കൂടി ഉണ്ട് എന്ന് പറയാൻ എനിക്ക് തോന്നുകയാണ്, കുട്ടികളുടെ പെർഫോമൻസ് അതിമികച്ചതാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വാല്യുവേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മള് ജസ്റ്റ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഓരോന്ന് എടുത്തു നോക്കുമ്പോൾ തന്നെ ഒന്നിനൊന്ന് പെർഫെക്റ്റ്. ഫെസ്റ്റ് ചെറുതായി പോയി എന്നുള്ള ഒരു രീതി പോലും കുട്ടികൾ കാണിച്ചിട്ടില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ വീഡിയോസും തയ്യാറാക്കിയിട്ടുള്ളത്. അത്ഭുതപ്പെട്ടു പോയി. ടീം അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആണ്. കുട്ടികൾ വളരെ നിലവാരം പുലർത്തിയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്തത്. ഓക്കെ, എന്തായാലും നമ്മളിപ്പോ ഇവിടെ വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു റിവ്യൂ പറയാൻ വേണ്ടി. ചില വീഡിയോസ് ഒക്കെ കണ്ടപ്പോ അതിനെ കുറിച്ച് റിവ്യൂ പറയാതിരിക്കാനാവൂല. അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരണം അല്ലേ? നമ്മുടെ ആശയങ്ങള് നിങ്ങളോട് പറയണം. ചില വീഡിയോസ് ഉണ്ട്, എല്ലാ വീഡിയോസും നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല അല്ലെ. ചില വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ നമ്മൾ റിവ്യൂ ചെയ്യാണ്. ചില എഫേർട്ടുകൾ അതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് അതേപോലെ തന്നെ നമ്മളെ ടീച്ചർ, യുവർ ക്രിയേറ്റിവിറ്റി, അതൊന്നും പറയാതിരിക്കാനില്ല. കുട്ടികളിങ്ങനെ ജീവിച്ചുള്ളവരെ ഒരു നിലക്കും സൽമാൻ ഉസ്താദ് പറഞ്ഞതിന് വീണ്ടും വീണ്ടും ആവർത്തിക്കാണ്. യുവർ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങളുടെ എഫേർട്ട്, മിസ്റ്റർ ഷെഫിൽ നിങ്ങളുടെ എഫേർട്ട്, അതുപോലെ തന്നെ ഇത്തിബായിലാണ് ഉസ്താദ് അങ്ങനെ പറഞ്ഞ് ജീവിച്ച് കാണിക്കുകയായിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇവിടെ ഈ പോഡ്കാസ്റ്റില് നിങ്ങളുടെ മുമ്പിൽ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം ഏതാണ് സൽമാൻ ഉസ്താദ്? ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഇത്തിബാഗ്, നമ്മുടെ ജൂനിയർ വിഭാഗത്തിന്റെ ഇത്തിബാഗ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ആരുടേതാ സൽമാൻ ഉസ്താദ്? നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഷെയാൻ സാലിം എന്നുള്ള 5th Bയിൽ പഠിക്കുന്ന ഷെയാൻ സാലിമിന്റെ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. വല്യമ്മയാണ് തോന്നുന്നു. നമ്മുടെ ഫെസ്റ്റില് വല്യമ്മനെ ഉൾപ്പെടുത്തി സൽമാൻ ഉസ്താദ്. തീർച്ചയായിട്ടും സമ്മതിക്കണം. ഇതിൽ പങ്കെടുത്തു അല്ലെ, പാർട്ടിസിപ്പേഷൻ ചെയ്തു. വല്ലാത്തൊരു ഫീലിംഗ് ആണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. മാഷാ അല്ലാഹ്, അതിനനുസരിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതിൽ കൊടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വളരെ നാച്ചുറൽ ആയിട്ട്, റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കല, ജീവിച്ചു കാണിക്കുക. കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് അവസാനം ഹൃദയഭേദകമായ ആ നിമിഷം. മാഷാ അല്ലാഹ്. എന്തായാലും ആ വല്യുമ്മക്ക് ഇതിൽ ആ കുട്ടിയെ സഹായിക്കാൻ വരെ ആ ഉമ്മമാക്ക് എന്റെയും ഗൈഡോണിന്റെയും പേരില് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, എന്നാ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? അടുത്ത വീഡിയോ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് 5A ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് റയാൻ തൊട്ടോടി. റയാൻ എന്നുള്ള സ്റ്റുഡൻസിന്റെ നല്ല ആക്റ്റീവായ സ്റ്റുഡന്റ് ആണ്. ഒരു യാത്രക്കാരന് വരുന്നുണ്ട്. ആ യാത്രക്കാരന്റെ വഴിയിൽ നിന്ന് തടസ്സങ്ങൾ മാറ്റി കൊടുക്കുന്നു. മാഷാ അല്ലാഹ്, നല്ലൊരു മെസ്സേജ് ആണ് കൺവേ ചെയ്തത്. അൽ ഇമാത്തത്തുൽ അദാ അനിത്വരിയത് ഷോബൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമാണ്. മാഷാ അല്ലാഹ്, നല്ലൊരു മെസ്സേജ് ആണ് വിദ്യാർത്ഥി ആ ഒരു വീഡിയോയിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിച്ചത്. മാഷാ അല്ലാഹ്, എന്തായാലും സമൂഹത്തിന് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിച്ചതിൽ മോൾക്ക് വലിയൊരു ആശംസ നേരുകയാണ് ഉള്ളത്. സാറിന്റെ 5B ക്ലാസ്സിൽ പഠിക്കുന്ന ഷെബിൻ മുഹമ്മദ് ടി എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെയാണ്. ഷെബിൻ മുഹമ്മദ്.
മനസ്സിലാ ഇവിടെ കഞ്ഞി കുടിക്കുന്ന കുട്ടിയുടെ കോസ്റ്റ്യൂം ശ്രദ്ധിക്കണേ. ഒരു പാവം ഒരു സ്റ്റുഡൻസ് ഒരു കുട്ടിയാണ് എന്നുള്ളൊരു മനസ്സിലാക്കണം. കഞ്ഞി കുടിക്കുന്നത് ഈ കുട്ടി കാണുകയും ഷെബിൻ എന്താണ് അവിടെ നല്ല അത്യാവശ്യം നല്ല റിച്ച് ഫുഡാണ്. ബിരിയാണി ചിക്കനൊക്കെ ഉണ്ടാക്കി. ഓ യെസ് അത് തന്റെ അയൽവാസിക്ക് ഷെയർ ചെയ്യാന്നുള്ളൊരു രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. അത് അവർ രണ്ടുപേരും ഒരുമിച്ച് കഴിക്കാം. ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്ന ഒരു മെസ്സേജ് അവിടെ കൊടുക്കുന്നുണ്ട്. അതെ ഓ ഇറ്റ്സ് വെരി ഇമോഷണൽ. ആ രണ്ട് കൂട്ടുകാരന്മാര് ചേർന്ന് പിടിച്ച് മറ്റൊരു സീനാണിത്. രാത്രി നടന്നു വരികയാണ്. ഇതിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള ഒരു മെസ്സേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കൂട്ടുകാരനെ സഹായിച്ചത് കാരണത്താൽ മറ്റൊരു വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അഥവാ ഓട്ടോറിക്ഷ ആക്സിഡന്റ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോ തന്റെ കൂട്ടുകാരനെ സഹായിച്ചത് കാരണത്താൽ അള്ളാഹുവിന്റെ ഒരു സഹായം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ വിഷയം. എന്തായിരുന്നു? അതെ, നമ്മുടെ വിഷയം അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അല്ലാഹു അവനെ സഹായിക്കും. ഈ രണ്ട് തീമുകളും ഇത് രണ്ട് സീനുകളിലായിട്ട് കൊണ്ടുവന്നു എന്നുള്ളത് വളരെയധികം വലിയൊരു പോസിറ്റീവാണ്. എന്തായാലും മോൻക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിക്കും. മാഷാഅല്ലാഹ്, നല്ലൊരു ക്രിയേഷൻ ചെയ്തത്. അടുത്തതായിട്ട് സൽമാൻ ഉസ്താദ്, നമുക്ക് 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായ റിമ ഫാത്തിമയുടെ വളരെ ക്രിയേറ്റീവായ വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് കണ്ടു നോക്കാം. ഇവിടെ വെള്ളം അതിന്റെ സൺസൈഡിൽ വെള്ളം വേസ്റ്റ് ആയി പോവുകയാണ് അല്ലേ? ഒരു ഉണങ്ങിയ ചെടി അതിന്റെ താഴെ. നല്ലൊരു കാര്യമാണ്. ഒരു മെസ്സേജ് അവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ? ജസ്റ്റ് ഒരു മൂവ്മെന്റ് മാത്രമേ ആവശ്യമുണ്ടോ എന്നുള്ളൂ. അത് കാരണത്താൽ ആ ഒരു ചെടി അവിടെ വളർന്നു. അതെ. മറ്റൊരു സമയത്ത് കൂടെ അതിലൂടെ വരുന്ന സമയത്ത് ആ ചെടി ഈ വെള്ളത്തിന്റെ കാരണത്താൽ വളർന്നതായിട്ട് കാണാം. ആ ഒരു സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? മറ്റൊരു സീനിലൂടെ സൽമാൻസെ ഒന്ന് കണ്ണൊടിക്കാം. അപ്പോൾ സൽമാൻ ഉസ്താദിന് എന്ത് മനസ്സിലായി? തീർച്ചയായിട്ടും നല്ലൊരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഒരു പ്രതിഫലം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതായത് ഇപ്പോ നമ്മളിപ്പോ ഇതില് ഈ റിമ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു കോസ്റ്റ്യൂം എന്നുള്ളത് ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു സിറ്റുവേഷൻ ആണ്. പാവപ്പെട്ട സ്ത്രീ ആണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തത് ഒരു കാരണത്താല് അവർക്ക് എന്താണ് ആ സ്ത്രീന് അതിൻ്റെതായ ഒരു പ്രതിഫലം, അത് റിസ്ക്കാവാം, അതേപോലെ തന്നെ മറ്റ് രീതിയിൽ. ഇപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയില് ആ കുട്ടിക്ക് എന്താണ് അള്ളാഹു റിസ്ക് നൽകുന്നില്ല. എനിക്ക് ഈ ഒരു സീന് കാണുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു മെസ്സേജ് പരിശുദ്ധ ഖുർആന്റെ ഒരു ആയത്താണ്, പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ പടച്ച തമ്പുരാനെ റിസ്ക് നൽകും, സഹായിക്കും എന്നുള്ളതാണ്. 7ാം ക്ലാസ്സിൽ ഒരു പാടുണ്ട്, തുറുക്കുൽ ഖൈർ എന്ന് പറഞ്ഞൊരു പാടുണ്ട്, നന്മയുടെ വഴി. അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ പോലും നന്മകളാണ്. നമ്മള് ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ, ഒരു നന്മക്ക് ഇസ്ലാമിൽ എന്താണ് 10 കൂലിയാണ് കിട്ടുക, അതിന് പ്രതിഫലമായിട്ട് കിട്ടുക ഒരു നന്മ ചെയ്ത് കഴിഞ്ഞാൽ. എന്തായാലും മാഷാ അല്ലാഹ് നല്ലൊരു ക്രിയേഷൻ ആയി, നല്ലൊരു കണ്ടന്റ് ആണ്. ഒന്ന് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലും നമുക്ക് അതിനെ വായിക്കാൻ പറ്റും.
അടുത്തത് മിനിറ്റ്സ് നമുക്ക് ആരുടെയും നോക്കാനുള്ളത് എന്നത് നമ്മുടെ ആയിഷ റംഷ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം റംഷക്കുട്ടിയുടെ വീഡിയോ ആണ്. ഓക്കെ മാഷാ അല്ലാ. നമ്മള് മുൻ വർഷങ്ങളിലൊക്കെ നല്ല ക്രിയേറ്റീവ് ആയിട്ട് വീഡിയോ ചെയ്തിരുന്ന ആൾ കൂടിയാണ് നമ്മുടെ അതെ കലാപ്രതിഭ. അതെ, നമ്മുടെ ട്യൂഷനിൽ നമ്മുടെ മുൻ വർഷങ്ങളിലൊക്കെ ഒരുപാട് തവണ കലാപ്രതിഭ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് കൂടിയാണ്. ഓക്കെ, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഇവിടെ വിഷമിച്ചിരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടിലാണ്. എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ സ്വർണ്ണം പണം വെക്കാൻ പോകുന്നു. സുബ്ഹാനല്ലാഹ്, നീ ബാങ്കിലേക്കോ? ബാങ്ക് നമ്മൾക്ക് ഹറാമല്ലേ? നിനക്കിപ്പോൾ അത്യാവശ്യത്തിനുള്ള പൈസ ഞാൻ തരാം. പലിശ ഉപയോഗിക്കരുത് എന്നുള്ള ഒരു മെസ്സേജ് കൂടി അവിടെ കൺവേ ചെയ്യുന്നു. മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് ഇതിനൊന്ന് വായിക്കാം. നീ വെച്ചോ. നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ സംഭവിക്കുന്ന ഈ പണം സംഭവമായിട്ട് മാറട്ടെ. നീ ഒരിക്കലും ബാങ്കിലേക്ക് പോകരുത്, കാരണം അവിടുത്തെ പലിശ നമ്മൾക്ക് ഇസ്ലാം ഹറാമാക്കിയതാണ്. വല്ലാത്തൊരു പ്രബോധനമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. എനിക്ക് പൈസയൊക്കെ അത്യാവശ്യമുണ്ട്. നീ വിഷമിക്കണ്ട, നമുക്ക് പരിഹാരം കാണാം. എനിക്ക് നീ വിഷമിക്കണ്ട. എന്ന് ഞാൻ പൈസയിലേക്ക് പോകാൻ വന്നപ്പോൾ നീയല്ലേ എന്നെ സഹായിച്ചത്. നീ വിഷമിക്കണ്ട, പൈസ ഞാൻ തരാം. ആ കുട്ടിയുടെ ആപത്ത് വന്ന സമയത്ത് ഒരാളെ സഹായിച്ചത് കാരണത്താൽ നമുക്കൊരു പ്രയാസം വരുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിസാബ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ സഹായം എത്തിക്കുന്നുള്ളതാണ്. പിന്നെ വിഷയവുമായിട്ട് കണക്ഷൻ ഉണ്ടോ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. സൽമാൻ സാർ, അതിനു മുമ്പ് ഒരു കാര്യം, ഇവിടെ നമ്മളൊക്കെ സഹായിക്കുമ്പോൾ നമുക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാനുണ്ട് അല്ലേ? അങ്ങനെ നമ്മുടെ അടുത്ത് സമ്പത്ത് ഉണ്ടാവുന്ന സമയത്ത് ആ സമ്പത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുക. ഈ ഇല്ലാത്തൊരവസ്ഥ നമുക്ക് വരാനുണ്ട് എന്നുള്ളൊരു മെസ്സേജ് അതിലെ അറിയാതെ കടന്നു വരുന്നുണ്ട്. കാരണം എന്താണ്, നമ്മുടെ ഇന്നത്തെ അവസ്ഥയല്ല നമുക്ക് നാളെ ഉണ്ടാവുക. യെസ്, ഉള്ള അവസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, സഹായിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് അതിൽ കാണും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ഒരുപാട് മെസ്സേജുകൾ നമ്മുടെ തീം ബേസ്ഡ് മാത്രമല്ല, അതിലപ്പുറത്തിനും ഒരുപാട് മെസ്സേജുകൾ. ആ കുട്ടിയുടെ സൗണ്ട് സീക്വൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? സൗണ്ടിന്റെ ആ ഒരു സൗണ്ട് വളരെ താഴ്ത്തിക്കൊണ്ട് കുറച്ച് റിയലിസ്റ്റിക് ആയി. അങ്ങനെ എല്ലാ വീഡിയോയിലും പല കാര്യങ്ങളും പറയാനുണ്ട്. എന്തായാലും ജൂനിയേഴ്സിന്റെ വീഡിയോസുകളൊക്കെ വളരെ നിലവാരം പുലർത്തിയതായിരുന്നു, പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. ഇൻഷാല്ലാ ഇനി നിങ്ങൾ അതിന് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ആയിരിക്കും. പക്ഷേ റിസൾട്ട് ഏത് മാനദണ്ഡത്തിലാണ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത് എന്ന് മനസ്സിന് പറയാം. അതെ, ഇപ്പോ നമ്മൾ കൊടുത്തത് ഇപ്പൊ ഒരു വിഷയാടിസ്ഥാനത്തിലാണ്. അപ്പൊ ആ വിഷയം കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കണം. നമ്മുടെ വിഷയം എന്നുള്ളത് വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി, ഹദീസ് ബേസ്ഡ് ആക്കിയിട്ടാണ്. തൻ്റെ ഒരു സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ സഹായം അവർക്ക് ഉണ്ടാകും. ഈ ഒരു ഹദീസ് ബേസ്ഡ് ആക്കിയിട്ടാണ് നമ്മുടെ വിഷയം നൽകിയിട്ടുള്ളത്. ഈ ഒരു ഹദീസ് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് നമുക്ക് എന്തുണ്ടാകും, അതിൻ്റെതായ റിസൾട്ടുകൾ ഉണ്ടാകും. വിഷയാധിഷ്ഠിതമായ വീഡിയോകൾക്ക് പരിഗണന ഉണ്ടാവും. ഓക്കെ, മിനിറ്റ്സ് നമുക്ക് നമ്മൾ കിഡീസിന്റെ കുഞ്ഞു മക്കളെ വീഡിയോസ് ആണെന്ന് കാണുന്നത്. അവര് പിഞ്ചു മക്കളാണ് എങ്കിൽ പോലും വളരെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പാരൻസും അല്ലെങ്കിൽ അവരുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ വളരെ അതിന് എഫോർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടപ്പോൾ ജഡ്ജസും അങ്ങനെ ഉണ്ടോ പറഞ്ഞതിന്? കാരണം കുഞ്ഞു മക്കളാണെങ്കിൽ പോലും എത്ര വളരെ മനോഹരമായിട്ടാണ് അവർ ചെയ്തിട്ട് അവരുടെ വീഡിയോസ്. അതെ. ഓക്കെ, നമുക്ക് എന്താണ് ഫസ്റ്റ് ആയിഷ വഫ ഇക്ബാൽ. അതെ, മോളുടെ വീഡിയോ ഒന്ന് കാണാം. ഒരു പിഞ്ചു കുഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഒരുപാട് ടോയ്സുകളാണ് അതിന്റെ എടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടി മൊത്തത്തിലൊന്നും ഇങ്ങനെ ഡിസോർഡർ ആക്കിയിട്ടാണ് ഒക്കെ പോയത്. ചിന്ന ചിതറി കിടക്കുന്ന ആ കളിപ്പാട്ടങ്ങളെ, ടോയ്സുകളെ കൃത്യമായിട്ട് ഒന്നിനെ ഒരു അടുക്കും ചിട്ടയോടൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ലെറ്റ്സ് ഹെൽപ്പ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉമ്മമാരാണ് എന്ത് ചെയ്യുക, ചിലപ്പോൾ ഉമ്മയെ സഹായിക്കുക. കാരണം ഉമ്മയുടെ ജോലി
കുറച്ച് കൊടുക്കുക. എൻ്റെതായ സഹായം, അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ അതെ എൻ്റെതായ ഒരു സഹായം ഉമ്മാക്ക് അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇതും എൻ്റെ ഒരു ജോലിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. കുട്ടി കണ്ടറിഞ്ഞ് ചെയ്യുക. മാഷാ അല്ലാഹ്, അത് നല്ലൊരു പ്രവർത്തനം. ചിലപ്പോ ഉമ്മ പറയും മോളെ നീ ഒന്ന് എടുത്തു വെക്കുക എന്ന് പറയുമ്പോ അത് ഓവളല്ലേ ചിന്നി ചിതറിച്ചത്, അതുപോലും പറയാതെ അതുപോലും പറയാതെ ഒരു ഉമ്മ പറഞ്ഞിട്ടൊന്നുമില്ല, സ്വന്തം വന്ന് അവിടെ ചെയ്തു എന്നുള്ളതാണ്. അതെ അതെ, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. എന്തായാലും വളരെയധികം ഉഷാറായി. മോൾക്ക് ആ ഒരു വീഡിയോ എടുത്ത് ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ തോന്നിയത് വളരെയധികം മനോഹരമായി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സയാൻ എന്ന വിദ്യാർത്ഥികളെയാണ് നോക്കാനുള്ളത്. ചപ്പാത്തി സോറി, പരത്താണ്. ഓക്കെ ഓക്കെ, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. പണ്ട് ഞാൻ എന്റെ അമ്മക്കൊക്കെ ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോ റമദാൻക്ക് വൈകുന്നേരങ്ങളില് ഇങ്ങനെ ചപ്പാത്തി സ്വർണ്ണതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. ചപ്പാത്തിന്റെ വലുപ്പം നോക്കൂ. മാഷാ അല്ലാഹ്. എന്തായാലും മോന് ചെയ്തു കൊടുക്കണ ആ ഒരു കാര്യമുണ്ടല്ലോ, അതെ അതെ, ഇതൊരു എല്ലാ കുട്ടികൾക്കും മാതൃകയായ കാര്യം. അതെ അതെ, എല്ലാ കുട്ടികളും ഇപ്പൊ ഈ രീതിയിലൊക്കെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ്, അത് വളരെ പ്ലേറ്റിലേക്ക് വരുന്നത് മാത്രം കഴിക്കാനുള്ളതല്ല, നാം നമ്മൾ അവരൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. കേൾക്കുന്നതുണ്ട്, വാഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ നിലക്കും അത് സ്വന്തം പ്ലേറ്റ് മാത്രല്ല സൽമാൻ ഉസ്താദ്, ടേബിൾ മൊത്തം എല്ലാവർക്കും വേണ്ടിയുള്ള പ്ലേറ്റ് അവിടെ അറേഞ്ച് ചെയ്യുന്നത് നല്ലൊരു മെസ്സേജ് ആയിക്കോട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നിലവില് എല്ലാ വർക്കുകളും വെറും ഉമ്മമാര് ചെയ്യേണ്ടതല്ല. അത് നമ്മൾ മക്കളായ നമ്മളും കണ്ടറിഞ്ഞ് ഉമ്മാക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഇവിടെ കൺവേ ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാഹ്. എന്തായാലും മോൻക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്, നല്ല രീതിയിലുള്ള ഒരു വീഡിയോ തയ്യാറാക്കിയതിന്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കിക്കാം. ആയിഷ ഇവാന എന്നുള്ള സ്റ്റുഡന്റിനെയാണ് നമുക്ക് നോക്കാം. ഓ മാഷാ അല്ലാഹ്, പക്ഷെ അത് നല്ല സ്കേറ്റിംഗ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് അല്ലേ രണ്ടുപേരും. ഷൈബാന ചെറിയ മോളാണ്, താത്തയായിരിക്കും. അവിടെ വീഴാണ് ചെയ്യുന്നത്. ഒരാളെ സഹായിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ്. പിന്നീട് കൈ പിടിച്ചു കൊണ്ടുവരുന്ന നോക്ക് സൽമാൻ ഉസ്താദ്. അതെ അതെ, കൈ പിടിച്ചു മനോഹരമായ. അതെ, മനോഹരമായി കാണിച്ചു. Totally excellent. Yes. പിന്നെ അവർ രണ്ടുപേരും പെർഫെക്റ്റ് ആയി സ്കേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ഇപ്പോ ചിലപ്പോ നമ്മളെ വിദ്യാർത്ഥികൾക്കിടയിൽ കാണുന്ന ഒരു പ്രവണതയാണ് വീണ് കഴിഞ്ഞാൽ കളിയാക്കുക എന്നുള്ളത്. ഡിമോട്ടീവ് ആക്കുകയാണ് ചെയ്യുക. ഇതിവിടെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഉയർത്തി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടെ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തുമുള്ള ഒരു ഹെൽപ്പാണ്, മാത്രമല്ല അതിന്റെ പുറമെ അത് ജീവിതത്തിലേക്ക് കൂടുതൽ ഒരു ഹെൽപ്പാണ്, മോട്ടിവേഷൻ എന്നുള്ളത്. നീ എവിടെ തളർന്നാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും എന്നുള്ള ഒരു മെസ്സേജ്. അതെ അതെ, മാഷാ അല്ലാഹ്, വളരെയധികം ഉഷാറായിട്ടുണ്ട് വീഡിയോ. ഓക്കെ, നമ്മുടെ ഇത്തിബായിന്റെ വീഡിയോ നമ്മളിപ്പോ എല്ലാവരുടെയും കണ്ടു. മാഷാ അല്ലാഹ്. ഓക്കെ, ഇനിയും പറയാൻ ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ. എല്ലാതും റിവ്യൂ ചെയ്യുന്ന ഒരുപാട് സമയവും ദിവസമായി. പക്ഷെ എല്ലാവരും, ഞാനൊരു കാര്യം റിയൽ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരുടെ വീഡിയോ പെർഫെക്റ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിൽ വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു. ഫെസ്റ്റ് പ്രാവശ്യം ചെറുതാക്കിയിട്ടാണ് വെക്കുന്നത്. പക്ഷെ കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫെസ്റ്റ് അങ്ങനെയില്ല, പോലും വലിയതാക്കിയിട്ട് കണ്ടിട്ട് അടിപൊളിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും മാഷാ അല്ലാഹ്, അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് സമ്മാനങ്ങൾ എന്തായാലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ചധികം ലെങ്ത് ആയിട്ടാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് താൽക്കാലികമായിട്ട് നമുക്ക് ഇവിടെ നിർത്താം. റിസൾട്ടുകളെല്ലാം ഗ്രൂപ്പിൽ വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു സമയം എത്തുന്നത് വരെ സൈൻ ഔട്ട്. സൽമാൻ അൽ ഫാരിസ്. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് ഇതില് ചില വീഡിയോസുകൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സോഷ്യൽ മീഡിയാസിലൂടെ എന്ത് ചെയ്യണം, കൊടുക്കണം. കാരണം ഈ ഇത്രയും നല്ല മെസ്സേജുകൾ നമ്മുടെ സ്റ്റുഡൻസ് കൺവേ ചെയ്യുന്നത് പൊതുസമൂഹം കൂടി ഒന്ന് അറിയണം. മാഷാ അല്ലാഹ്, നല്ല രീതിയിൽ അവർക്ക് ഇതൊന്ന് നമുക്ക് എത്തിച്ചു കൊടുക്കല്ലേ. എന്തായാലും നമുക്ക് താൽക്കാലികമായിട്ട് ഇപ്പോൾ അവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്, it's time to sign out. Assalamu alaikum wa rahmatullahi wa barakatuh. Wa alaikum assalam wa rahmatullahi.